ജമ്മുകാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്. അതിർത്തി കേന്ദ്രീകരിച്ച പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ഭീകരർ ശ്രീനഗറിലും ഗന്ധർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കാശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. വിവരങ്ങളുമായി കാശ്മീരിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വളരെ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നു. അതായത് വീണ്ടും ജമ്മു കാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ് വരുന്നു. അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ, കർശന സുരക്ഷയിലൂടെയാണ് ഈ മണിക്കൂർ ജമ്മു കാശ്മീർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വന്നത് പ്രകാരം ഈ ജമ്മു കാശ്മീരിലെ തന്നെ കശ്മീർ, ശ്രീനഗർ, അതേപോലെ തന്നെ ഗന്ദർബൽ മേഖലകളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്നുള്ള സാധ്യതകളാണ് IB പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ ഗന്ദർബലിലാണേലും അതേപോലെ തന്നെ ശ്രീനഗറിലാണേലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഇവിടേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. അതേപോലെ തന്നെ CRPFൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും കൂടുതൽ കോളം ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സായുധധാരികളാണ് മുഴുവൻ ഭടന്മാരും. ഏത് തരത്തിലുള്ള അക്രമത്തെ നേരിടുവാൻ വേണ്ടിയും തയ്യാറാകുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് സൈന്യത്തിനും പോലീസിനും അതേപോലെ തന്നെ CRPFനും നൽകിയിരിക്കുന്നത്. ഈ മേഖലകളിൽ ഈ ഗന്ദർബൽ അതേപോലെ തന്നെ ശ്രീനഗർ മേഖലകളിൽ മാത്രമല്ല, നഗര ഗ്രാമ ഭേദമന്യേ മുഴുവൻ മേഖലകളിലും സമാനമായ രീതിയിലുള്ളൊരു സൈനിക വിന്യാസം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏത് സമയത്തും ഭീകരാക്രമണം ഉണ്ടാകാമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതും ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന രീതിയിലുള്ള ഒരു ഭീകരാക്രമണമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സൈന്യത്തിനോ അല്ലെങ്കിൽ CRPFനോ പോലീസിനോ നേരെ ആയിരിക്കില്ല ആക്രമണങ്ങൾ ഉണ്ടാകുക, സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാകും അക്രമം ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ബൈസരൻ വാലിയിൽ നടന്ന അക്രമം അന്ന് മതം ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണെന്ന് മനസ്സിലാക്കി ആ വിനോദസഞ്ചാരികളെ വകവരുത്തുകയായിരുന്നു ഭീകരവാദികൾ ചെയ്തത്. സമാനമായ രീതിയിലുള്ള അക്രമമാകും ഈ മേഖലകളിലും ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഭീകരവാദികൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും IBയും അതേപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസിലും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിലെല്ലാം തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലുള്ള വീടുകളിലുമൊക്കെ തന്നെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ കൂടുതൽ ചേരി പ്രദേശങ്ങൾ, അത്തരം മേഖലകളിലാണ് ഇത്തരം പരിശോധനകൾ കൂടുതലായി സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന അക്രമത്തിന് പിന്നാലെ ഭീകരവാദികൾ കാടിനുള്ളിലൂടെ കടന്ന് ചില ഗ്രാമപ്രദേശങ്ങളിൽ എത്തിയതായിട്ട് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ത്രാൽ എന്ന മേഖലയിലാണ് ഈ ഭീകരവാദികൾ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ത്രാലടക്കമുള്ള ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ വലിയ പരിശോധനകളാണ് നടക്കുന്നത്. വീടാന്തരം കയറിയുള്ള പരിശോധനകൾ നടക്കുന്നു. ഒപ്പം തന്നെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ കർശനമായ പരിശോധനയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. എയർപോർട്ട്, അതേപോലെ തന്നെ ബാരാമുള്ള, ശ്രീനഗർ റെയിൽവേ പാതയടക്കമുള്ള തന്ത്രപ്രധാനമായ മുഴുവൻ മേഖലകളിലും സ്കൂളുകൾ, അതേപോലെ തന്നെ ആശുപത്രികളടക്കമുള്ള എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. CCTV നിരീക്ഷണം കർശനമാക്കി. ഇതിനു പുറമെ പോലീസ് പെട്രോളിങ്ങും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ പ്രത്യേക പെട്രോളിങ്ങും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഏത് അടിയെയും തടുക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈന്യവും CRPFും തയ്യാറായി രംഗത്ത് നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിനോദ്, അതെ, ജമ്മു കാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ് നൽകുകയാണ് സൈന്യം. വീണ്ടും അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാം എന്നുള്ള മുന്നറിയിപ്പാണ് സൈന്യം നൽകുന്നത്. കാശ്മീരിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.